എൻ്റെ വൈഫിനോട് വേണം ചോദിച്ചു എനിക്ക് മുന്നേത്തെ ആ ഒരു പേടിയും ഭയവും ഉണ്ട്. കാരണം ചെറിയ ചെറിയ ചാറ്റുകളിലാണ് വലുതാവുന്നത്, പിന്നെ റിലേഷനിലേക്ക് ആവുന്നത് ഒക്കെ. എനിക്ക് പെട്ടെന്ന് പേടി വരും, അള്ളാൻ്റെ പെണ്ണ് എന്ന പോലെ ആരെങ്കിലും വലയിൽ വീണ് പോകുന്നുള്ളൊരു ഭയം വരാറുണ്ട്. ഇപ്പം എൻ്റെ ഭാര്യയാണ്, ഞാനാണ് അവളെ നോക്കണത്. അപ്പം അങ്ങനത്തെ ഒരു ഭാര്യ ഇങ്ങനെ വേറെത്തൻ്റെ ഒക്കെ നടക്കുന്നതും പിടിക്കുന്നതും ഞാൻ സപ്പോർട്ട് എടുക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ വൈഫാണ്, ഓളെ ഭാഗത്ത് ഒരു തെറ്റ് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ചോദിക്കൂല. നമ്മൾ ചെയ്ത ഒരു തെറ്റെന്ന് വെച്ചെങ്കിൽ പിന്നെ മാസങ്ങൾ കഴിഞ്ഞ് ആ ഒരു ആഗ്രഹത്താലല്ലേ ഓള് ചെയ്തിട്ട് ആ ഒരു ആഗ്രഹം തീർക്കാൻ ഞാൻ ഗൾഫിൽ പോയത്. പഠിച്ചവൻ ഇങ്ങനെ ഒരു തലവിധി തരും എന്നുള്ളത് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിക്കുന്നില്ല. നമുക്കൊരറിയാത്ത നാടാണ്, നമുക്കൊരാളെ അറിയുന്ന ഒരു വ്യക്തിയില്ല. ആടെയുള്ള ജനങ്ങളോട് എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുമ്പോൾ എല്ലാവരും കൈയും കെട്ടി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ ഞാൻ എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞില്ലേ, ആ ഉമ്മയുടെ മടിയിലാണ് ഞാൻ പറഞ്ഞിട്ട് ആ ഉപ്പ എന്നോട് പറഞ്ഞ വാക്കുണ്ട്. അവരാണ് ശരിക്കും ഇവിടെ മരിക്കാൻ കാരണം. അത്രയും ഫ്രീ ആയിരുന്നു റിഫ മെഹനുവിന്റെ അടുത്ത്, അത്രയും ഇതായിരുന്നു, ഓപ്പൺ ആയിരുന്നു. പിന്നെ എനിക്ക് ഇതേപോലെ ആരെങ്കിലും ഇപ്പൊ ഏതൊരു ഇതുപോലെ എനിക്ക് ആരോടെങ്കിലും ഒരു ബോയ്സിനോട് കൂടുതൽ അറ്റാച്ച്മെന്റ് തോന്നുമ്പോൾ എനിക്ക് ഈഗോ അടിക്കാറുണ്ട്. അതിൽ ഞാൻ പറയാറുണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതിപ്പോ ഒരു ഇഷ്ടം കൊണ്ട് പറയുമ്പോ അത് വേറെ രീതിയിൽ പ്രശ്നമാവാറുണ്ട്. അതായത് ഇപ്പം അത് നമുക്ക് ഇല്ല, ഓള് അങ്ങനെ പ്രശ്നമാക്കൊന്നുമില്ല, ഒറ്റയടിക്ക് ഓക്കെ എന്ന് പറയും. പിന്നെയും അത് ഓക്കെ എന്ന് പറയുമ്പോൾ അത് ആൾക്ക് ഇഷ്ടമായിട്ട്. അപ്പൊ ഇപ്പം അത് റിഫ എല്ലാവരും അങ്ങനെ എല്ലാവരോടും കമ്പനി അടിച്ച് നടക്കുന്ന ഒരാളാണ്. മെഹനു ഓക്കെ, മെഹനുവിന്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്. പക്ഷെ റിഫ ക്യാരക്ടർ നമ്മൾ രണ്ടുപേരും എല്ലാവരും കാണുമ്പോൾ നല്ല കമ്പനിയായി സംസാരിക്കും, പക്ഷെ ആരുടെ അങ്ങനെ ചാറ്റിങ്ങിൽ അധികം കമ്പനിയായിട്ട് സംസാരിക്കല് ഇതാക്കലും. റിഫ അങ്ങനെ ഒരാളാണെങ്കിൽ അത് നോർമലൈസ് ചെയ്ത് വിടാൻ പറ്റുന്ന ഒന്നായിരുന്നില്ലേ? അങ്ങനെ ആളാണെന്നുണ്ടെങ്കിൽ അതല്ല, ചാറ്റിങ്ങും ഫ്രണ്ട്ഷിപ്പ് ചാറ്റിങ്ങും നമുക്ക് അറിയാം എങ്ങനെയാണ്, അത് കുഴപ്പമില്ല. അതല്ലാണ്ട് ഒരു നെഗറ്റീവ് കാണുമ്പോഴല്ലേ നമ്മള് അതിന്റെ റിയാക്ട് ചെയ്യുള്ളൂ. നെഗറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്, അത്രക്കുള്ളൊരു ചാറ്റ് വന്നാലല്ലേ നമ്മൾ പറയുള്ളൂ. അല്ലാതെ എനിക്കിപ്പോ എൻ്റെ വൈഫിനോട് വേണം ചോദിച്ചോ എനിക്ക് മുന്നേത്തെ ആ ഒരു പേടിയും ഭയവും ഉണ്ട്. കാരണം ചെറിയ ചാറ്റുകളിലാണ് വലുതാവണത്, പിന്നെ റിലേഷനിലേക്ക് ആവണത് ഒക്കെ. ആ ഒരു ഭയം എപ്പോഴും ഉണ്ട്. പക്ഷെ എന്നാലും എന്താ പറയാ, അവർക്കറിയാം ഞങ്ങൾക്ക് അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഇടക്കിടക്ക് പൊസസീവ്നെസ് വരും. എനിക്ക് പെട്ടെന്ന് പേടി വരും, അള്ളാൻ്റെ പെണ്ണ് എന്ന പോലെ ആരെങ്കിലും വലയിൽ വീണ് പോകുന്നുള്ളൊരു ഭയം വരാറുണ്ട്. അതന്നെ ഇപ്പൊ അതും ബാഡ് മോഡലുള്ള ചാറ്റിങ് കണ്ടാൽ ഇപ്പൊ മുന്നത്തെ കാര്യം ഞാൻ പറയുന്നത് മാത്രമേ ഞാൻ ദേഷ്യപ്പെടാറുള്ളൂ, അല്ലാണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പൊ ആഫ്റ്റർ നിങ്ങൾ ഗൾഫിൽ പോയിട്ട് വിസിറ്റിംഗ് നടത്തുമ്പോഴും ഈ ഒരു ബ്ലാക്ക് മെയിലിംഗ് ആയാലും ആളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ട് അല്ലേ നിങ്ങളുടെ ലൈഫിൽ? ആ ബ്ലാക്ക് മെയിൽ പറഞ്ഞെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പം അന്നേരം ഫോണ് കാര്യങ്ങളെല്ലാം ഇപ്പൊ അച്ചക്കൻ്റെ ഫോണ് കിട്ടിയതോടെ നമുക്ക് എല്ലാം പ്രൂവ് ആയിന്, സംഭവം എല്ലാം മനസ്സിലായി. പിന്നെ ഓൾ തന്നെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു, എല്ലാ സംഭവങ്ങളും പറഞ്ഞു നടന്നു പോയി. പിന്നെ നമുക്ക് എന്താ പറയാ, മാപ്പ് കൊടുത്താൽ പറ്റൂ. കാരണം നമ്മൾ ഒരു ഇതിന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു ഉറപ്പും പ്രോമിസൊക്കെ തന്ന് നമ്മൾ രണ്ടാമത് പിന്നെ മാസങ്ങൾ കഴിഞ്ഞ് ആ ഒരു ആഗ്രഹത്താലല്ലേ ഓള് ചെയ്തിട്ട് ആ ഒരു ആഗ്രഹം തീർക്കാൻ ഞാൻ ഗൾഫിൽ പോയത്. പഠിച്ചവൻ ഇങ്ങനെ ഒരു തലവിധി തരും എന്നുള്ളത് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിക്കുന്നില്ല. ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ ഒരു ഭാര്യ ഭർത്താക്കന്മാർക്ക് അറിയാം ഒരു പാർട്ട്ണർ എങ്ങനെയാണ്, ഓൻ്റെ ഇങ്ങനെ കണ്ടവൻ റിയാക്ട് ചെയ്യും എന്നറിയാലോ. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി ഇപ്പം നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് ഓൾ ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂന്നാറിലുണ്ടായത്ര പ്രശ്നം വേറെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഓക്ക് അന്ന് അവിടെ നിന്ന് ചെയ്തുകൂടെ? പോട്ടെ, ആടുന്ന സമയമില്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്നതിന് ശേഷം ഓള് കുറേ ദിവസം ഒറ്റക്കല്ലുണ്ടായി, ഞാൻ വേറെ ഓള് വേറെ. കാരണം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ നിന്നത്, ഞാൻ കടന്നിട്ടേ ഇല്ല, ഞാൻ ഫുള്ള് സിറ്റ് ഔട്ടിലിരുന്നതാണ്. അപ്പം അങ്ങനെ അന്ന് ചെയ്തുകൂടായിരുന്ന എൻ്റെ പ്രശ്നമാണെങ്കിൽ. ഇത് എനിക്കൊരു എൻ്റെതായ മനസ്സിലൊരു ധാരണയുണ്ട്, പക്ഷെ അത് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് മൊത്തത്തിൽ ആൾക്കാർ പറയണത്. പക്ഷെ അങ്ങനെ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ എവിഡൻസ് അതൊക്കെ അവരെ കയ്യിലല്ലേ. ഇപ്പം സെക്ഷലി ആണെങ്കിൽ ലീഗലി നോ പ്രോബ്ലം, രണ്ടാൾ സമ്മതത്തോടെ അത് ക്ലോസ് ചെയ്യാണ്. എന്ത് ചെയ്യാൻ പറ്റും? സാധാരണക്കാരൻ്റെ ഒരു ആണിൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കിയാൽ മതി, ഇത്രയേ ഉള്ളൂ. ഏല പോയിട്ട് മുള്ളിന് വീണാലും മുള്ളു വന്നിട്ട് ഇലയിൽ വീണാലും. പുറത്തു പോയതായിരുന്നു, ഞാൻ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതായിരുന്നു. ആ ഒരു ഗ്യാപ്പാണ് ഞാൻ ഉറങ്ങുന്നുണ്ടായ സമയത്ത്.
അപ്പൊ ഇപ്പൊ ആ ഒരു മരണത്തിന് ശേഷം മെഹ്നു ഒരു സ്റ്റോറി ഇടണ്ടായി, അത് ഭയങ്കര ഇഷ്യൂലേക്ക് മാറി. ഒരു സ്റ്റോറി ഇട്ടത് അത് ഞാൻ ഒരു സപ്പോർട്ടിന് വേണ്ടി ഇപ്പം അൽഫലാണെങ്കിൽ അൽഫൽ അത് ബൂസ്റ്റ് ചെയ്തത്, അത് ഞാൻ പിന്നെയാണ് കാണുന്നത്. പക്ഷെ എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തില്ലാത്ത ഒരാള് എനിക്ക് ആ ഒരു വഴി അന്നേരം പെട്ടെന്ന് അതേ വന്നിട്ടുണ്ട്. അത് തെറ്റാണെന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ അത് തെറ്റെന്നല്ല, ആ ഒരു കാരണത്താൽ എനിക്കൊരു ഹെൽപ്പ് കിട്ടിയത്. നമുക്കൊരു അറിയാത്ത നാടാണ്, നമുക്കൊരാളെ അറിയുന്ന ഒരു വ്യക്തിയില്ല. ആടെയുള്ള ജനങ്ങളോട് എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുമ്പോൾ എല്ലാവരും കൈയും കെട്ടി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ ഞാൻ എന്ത് ചെയ്യാൻ? നിങ്ങളൊന്ന് പറയും, ഞാൻ എന്ത് ചെയ്യണ്ട? എനിക്ക് വേറെ വഴിയില്ല. ഞാൻ പെട്ടെന്ന് അറിയുന്ന ആൾക്കാരെല്ലാം ആരെ കിട്ടുന്ന ഫോണിൽ ഞാൻ വിളിച്ച്, ബ്രദറെ നാട്ടിലേക്ക് വിളിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പെട്ടെന്ന് അതിനുള്ള ആ സമയം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ പെട്ടെന്ന് എനിക്കൊറ്റൊരു ഐഡിയ, ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ ഒരു ശീലമായതുകൊണ്ട് അറിയാണ്ട് ചെയ്തു പോയതാണ്. ഞാൻ നമ്മളിപ്പോൾ ഒരു കഫേയിൽ ചാടിക്കാൻ പോയി, ചായ ഫോട്ടോ എടുത്തിടാം, കഫ ഫോട്ടോ എടുത്തിടാം, അതിൻ്റെ ഡേറ്റ് ഫോട്ടോ എടുത്തിടാം, സ്റ്റോറി ഇടാം. ആ ഒരു സംഭവമില്ലേ, അതങ്ങനെ കണ്ടിന്യൂ പോയിട്ട് എന്ത് നമ്മൾ ആശ്രയിക്കണ ആരെ? നമ്മളെ ഫോളോവേഴ്സായിരുന്നു. നമ്മൾ എന്തും നമ്മളവരെ ഒരു കൂടെ നമ്മളെ ഫാൻസിനെ നമ്മൾ അത്രക്ക് രീതിയിലാണ് ഞാൻ കാണുന്നത്. എന്തും ഇപ്പം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ മുന്നേ എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്ന എൻ്റെ ഫോളോവേഴ്സാണ്. എന്ത് സ്റ്റോറി ടൈമിനുള്ള റീസൺ ആരെങ്കിലും എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും, എന്നെ സമാധാനിപ്പിക്കുക. ഒരു സമയത്ത് എത്ര പേരുണ്ടാ അറിയോ? എൻ്റെ ഫോണിന് ഫസ്റ്റ് ഉണ്ടായി, ഞാൻ ഫോണേ ഓഫ് ആക്കിയിട്ടാ. അപ്പോൾ ആ ഒരു സ്റ്റോറി ഇട്ടതിന് ശേഷമാണ് മെഹ്നുവിന് കൃത്യമായിട്ടുള്ള ഒരു ഹെൽപ്പ് കിട്ടിയത്. പിന്നെ കാരണം അന്നേരം ആ ഒരു സ്റ്റോറി ഹെൽപ്പ് കിട്ടിയ പാടെ ഞാൻ സ്റ്റോറി ഡിലീറ്റും ചെയ്തു. കാരണം എനിക്കെന്ത് ചെയ്യേണ്ട അറിയില്ല. ഞാൻ വിളിക്കേണ്ട ആളെ വിളിച്ച് ആടുന്നു, എന്നെ കൊണ്ട് പറ്റുന്ന. കാരണം എൻ്റെ ആ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കണം. അത് ഈ പറയുന്നതൊക്കെ അറിയൂല എങ്ങനെയാണെന്നുള്ളത്. ആ സമയത്ത് പെട്ടെന്ന് എന്നെ തനിച്ച് എങ്ങനെയോ നാട്ടിൽ നിന്ന് വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് ആരോ ഫോണിൽ, എനിക്കൊന്നും ഓർമ്മയില്ല ആരോ ഫോണിലാണ് എനിക്ക് തന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നൊരു സംഭവം ഉണ്ട്, എന്തെങ്കിലും ഒന്ന് ചെയ്യും, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഒന്നും തിരിയുന്നില്ല. ഇവർ അറബി ഞാൻ സംസാരിക്കണത് എന്ത് എനിക്ക് മനസ്സിലാവുന്നില്ല. അറബി അറിയണം, ഹിന്ദി, ഇംഗ്ലീഷ് എല്ലാം എന്തെല്ലോ പ്രാന്തായി നിൽക്കുകയാണ്. ഇപ്പോൾ ബ്രദർ ഉണ്ട് അവിടെ, ബ്രദർ എത്തണമെങ്കിൽ എത്രയോ മണിക്കൂറുകൾ എടുക്കും. അത് ഇന്ന പോലെ ഇവരെല്ലാം വിചാരിച്ചു ഒരു ഫേക്ക് തമാശയാണ്. ഇവരെല്ലാം വിചാരം തമാശ പറയുന്നത്, എല്ലാവരും തമാശ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ സ്റ്റോറി ഇട്ടെന്നല്ല, സ്റ്റോറിയുടെ കാര്യമല്ല, ഞാൻ വിളിച്ച് പറയുന്ന ആളൊക്കെ വിചാരിക്കുന്ന തമാശയാണ്. പിന്നെ ആടെ എനിക്ക് തെറ്റുപറ്റി എന്താ അറിയുമോ? സ്റ്റോറി ഇട്ടതിൽ എൻ്റെ വായിന്ന് വന്ന, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ വിചാരിച്ച കാര്യമില്ല ഞാൻ സ്റ്റോറിയിൽ പറഞ്ഞേക്കണം. ഇന്ന പോലൊരു സിറ്റുവേഷന്, അതായത് എനിക്ക് പെട്ടെന്ന് വീഡിയോയിൽ വന്നത് അങ്ങനെ ആയിപ്പോയി. എൻ്റെ മനസ്സിലുള്ള അറിവൊന്ന് ഹെൽപ്പാക്ക്, ഇന്നൊരു സിറ്റുവേഷനിൽ ഞാൻ കുടുങ്ങിയിട്ടുണ്ട്, ഓളെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷയായിരുന്നത്. മനസ്സിലായ? ആരെങ്കിലും രക്ഷപ്പെടുത്താനുള്ള ഒരു അപേക്ഷ. അന്നേരം ഞാൻ എടുത്ത് കൊണ്ടുപോയി ആംബുലൻസിൽ കയറ്റി എങ്ങനെയെങ്കിലും രക്ഷപ്പെടും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഹെൽപ്പ് ചോദിച്ചതാണ്. കാരണം എന്താ, അവിടെ നമ്മൾ പോയെടുത്തുന്ന ഹോസ്പിറ്റലിൽ കാര്യങ്ങൾ എന്ത്, അവിടെ പോകണം എങ്ങനെയൊന്നും അറിയില്ല. അവിടെ ഹോട്ടൽ അങ്ങനത്തെ മാനേജ്മെന്റ്, നിങ്ങളെ നിൽക്കുന്ന റൂം അല്ലെങ്കിൽ അവിടെ പോലീസ്, ആടൊന്നും ആരും ഇല്ല, അവിടെ അങ്ങനത്തെ സംഭവമില്ല. അവിടെ ഹോസ്പിറ്റലൊന്നും അറിയില്ല നമുക്ക്. നമ്മൾ ഓരോ ദിവസം ഓരോ സ്ഥലത്താണ് ഉണ്ടായത്. കാരണം എനിക്ക് അബുദാബി, ഫസ്റ്റ് അബുദാബി, പിന്നെ ദുബായ്, പിന്നെ ഷാർജ, ഒമാൻ, അങ്ങനെ ഓരോ ലൊക്കേഷനിൽ നമ്മൾ പോകുന്ന അറിയാത്ത സ്ഥലങ്ങളാണ്. നമ്മൾ ആരൊക്കെയോ ഹെൽപ്പ്, ആരൊക്കെയോ കാല് പിടിച്ചിട്ടാണ് റൂം തന്നെ കിട്ടുന്നത്. മനസ്സിലായി? അത് ഒരു റൂമിൽ 1 ലക്ഷം രൂപ മാസത്തേക്ക് ഉണ്ട്. അപ്പം അത്ര എക്സ്പെൻസും കാര്യങ്ങളൊന്നും ചിന്തിക്കണം. ആ ഒരു രീതിയിൽ നമ്മൾ ടൈറ്റാണ്. കിട്ടുന്ന നമുക്ക് അവിടെ നിന്ന് പരസ്യം ചെയ്ത് കിട്ടുന്ന ഫണ്ട് ഏകദേശം 1 ലക്ഷം പരസ്യം ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്പോട്ടിൽ നമ്മൾ ആ റൂമിന് കൊടുത്ത് തീർത്തത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ച സാധനം അല്ല ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോയിൽ വന്നത്. ഞാൻ പറഞ്ഞ ആരെങ്കിലും അങ്ങനെ ഉദ്ദേശിച്ച ശരിക്കും സൂസൈഡ് ചെയ്ത് എന്നുള്ളത് എൻ്റെ മനസ്സിൽ ഒരിക്കലും ഞാൻ വിചാരിച്ച് പറഞ്ഞല്ല. സൂസൈഡ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്, പക്ഷെ വന്നത് അങ്ങനെ ആയിപ്പോയി. ആ ഒരു സാധനം എല്ലാവരും ഇട്ട് കളിച്ച് സൂസൈഡ് ചെയ്തതിന് ശേഷം ഒരിക്കലല്ല, അതിന് പിന്നെയും ഞാൻ രക്ഷപ്പെടുത്തുക, എങ്ങനെ നിങ്ങൾ വണ്ടി എടുത്തിട്ട് പോ എന്ന് ഞാൻ ആംബുലൻസ് ഡ്രൈവറോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ അയാളുടെ ഹിന്ദി ഇംഗ്ലീഷ് ഒന്ന് നിങ്ങളെങ്ങനെ ഹോസ്പിറ്റലിൽ പോകുക പ്ലീസ് എന്ന് പറയുമ്പോൾ ഇവർ ഇങ്ങനെ ചെക്കിങ് എനിക്കറിയില്ല, നമ്മളെ നാട്ടിലെ ആംബുലൻസിൽ അത്ര ഫെസിലിറ്റീസ് ഇല്ലല്ലോ, പക്ഷെ അവിടെ ആംബുലൻസിൽ തന്നെ മൊത്തം ഉണ്ട് തോന്നുന്നു. അപ്പൊ ഇവർ ആംബുലൻസ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എനിക്ക് പ്രഷർ കയറുന്നു, എങ്ങനെ ഒന്ന് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടോ രക്ഷപ്പെടുത്തുന്നുള്ള ചിന്തയായിരുന്നു. ഇവരൊന്നും ചെയ്യുന്നില്ല. അതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെയൊക്കെ തീരുമാനം എടുത്തത്. അത് ആൾക്കാർ ഇങ്ങനെ എടുക്കും എന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അത് നമുക്ക് ആരെയും കുറ്റം പറയാനും പറ്റില്ല.
സ്റ്റോറി കാണുന്ന ഒരാൾക്ക് ഇവൻ എന്താ ഇങ്ങനെ ചെയ്തേ. ഞാൻ അന്നേരം ഓടി കളിക്കണം അവിടെ, എങ്ങനെങ്കിലും ഒന്ന് ആൾക്കാരൊന്ന് ഹോസ്പിറ്റലിലേക്ക് എടുത്തു പോവോ, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വാ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയൂല. ഒരു ഹെൽപ്പ് കിട്ടാൻ ആരോടും ഒന്നൊരു സമാധാനത്തിൽ നീ ടെൻഷൻ ഉണ്ടാകും, നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഒരാൾ പറയാൻ മതി, ഞാനുണ്ട്. നമ്മളെ കൂടെയുള്ള എല്ലാവരും അറിയാത്ത പുതിയ ആൾക്കാർ, പിന്നെ അവിടെ മുന്നേ ഉള്ള അടുത്തുള്ള കുറേ മലയാളികൾ ഉണ്ടായിന്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് വന്നു, എല്ലാവരും ചിരിക്കുക, അവര് തമാശ ടൈം പാസ് അങ്ങനെ എന്തോ വിചാരിച്ചിട്ടാണോ ചിരിക്കണമെന്നും എനിക്കറിയില്ല. ആംബുലൻസ് ഓൾറെഡി അവിടെ ഉണ്ട്, അത് ആര് കൊണ്ടുവച്ചു നമുക്കറിയില്ല. അപ്പൊ ഇവരെല്ലാം ഇതെല്ലാം കാണുമ്പോൾ എടുത്ത് ഇങ്ങനെ കളിക്കുന്ന സമയത്ത് ഇവരെല്ലാം വിചാരിക്കും ചില ദിവസം അല്ല നമ്മളെ അറിയുന്നവരെന്നല്ല, ഏകദേശം നമ്മള് വ്ളോഗറാന്ന് അറിയുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ചിരിക്കുന്നതാണോ എന്നും എനിക്കറിയില്ല, റിയലാണോ റിയൽ ലൈഫാണോ എന്നുള്ളത് ആരും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്. പിന്നീടാണ് ഒരാള് ഇങ്ങനെ, എനിക്ക് ആരും മറ്റുള്ളവർ പറയുന്നതൊന്നും എനിക്കൊരു പെയിനും കാര്യമില്ല, ഞാൻ എന്താണെന്ന് അറിയാം. എല്ലാ ബോയ്സിനെ പോലും അല്ല ഞാൻ പണ്ട് ചെറുപ്പം മുതലേ ജീവിച്ച് വളർന്നതൊക്കെ വീട്ടിൽ തന്നെയാണ്. പിന്നെ എനിക്ക് ഫുട്ബോൾ കളി, എല്ലാ ആണുങ്ങളും ക്രേസ് ഫുട്ബോൾ, ക്രിക്കറ്റ് അങ്ങനെ. പക്ഷെ എനിക്ക് ചെറുപ്പത്തിൽ കളികളോ അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, കാരണം കാലിനൊരു ഇഷ്യൂ ഉണ്ട് ചെറുപ്പം മുതൽ. അതുകൊണ്ട് വീട്ടിൽ തന്നെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു പാർട്ട്ണർ കൂടെ തന്നെ. ചില ആൾ ഇങ്ങനെ പറയും എപ്പോഴും പെണ്ടൊക്കെ എന്നെ ഇരിക്കുന്നത്, പുറത്തിറങ്ങി നടക്കുക, അങ്ങനത്തെ ഒരു വൈബ് ചെറുപ്പത്തിൽ ഇല്ലാത്തതുകൊണ്ട് ശീലിച്ചു പോയി. കാരണം എൻ്റെ കാലിന് പ്രശ്നം ഉണ്ടായി, എൻ്റെ കാലിൽ നടന്നാൽ ഓടിക്കഴിഞ്ഞാൽ കീറിച്ച് ചോര തെറിക്കും. പിന്നെ പേപ്പറില്ലേ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പേപ്പർ 5 വിരലിലും ചുറ്റി, ഞാൻ 5 വിരലിൽ ചുറ്റിയിട്ടാണ് സ്കൂളിൽ ഒന്നിൽ ഫോക്കസ് ചെയ്യാൻ പറ്റൂല. പെയിനുണ്ടല്ലോ, ഭയങ്കര വേദന. അപ്പൊ അങ്ങനെ എപ്പോഴും ഉമ്മ മാക്സിമം വീട്ടിൽ നിന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യും, ഒന്നിനൊരു ട്രീറ്റ്മെന്റ്. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ഒരാളായിരുന്നു, അല്ലെങ്കിൽ ആഫ്റ്റർ മാരേജിന് ശേഷം, അല്ലെങ്കിൽ അതായത് അവർക്ക് ഒറ്റയ്ക്ക് പോകാൻ താല്പര്യമുള്ള ഒരാളായിരുന്നു, അല്ലെങ്കിൽ എപ്പോഴും മെഹനു വേണം എന്നുള്ള ഒരാളായിരുന്നു? അങ്ങനെ ഇതുവരെ എനിക്കറിയില്ല, ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ പറഞ്ഞിട്ടുമില്ല, നമ്മൾ ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, അറിയുകയും ചെയ്യില്ല. കാരണം ഫുൾ ടൈം ബിസി ആയിരുന്നു. എന്താ പറയുക, എന്നും വർക്ക് ഉണ്ടാവും, ഡെയിലി വർക്ക് ഉണ്ടാവും. നമ്മൾ ഫ്രീ ടൈം എന്ത് ചെയ്യും, വീട്ടിൽ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യും. അല്ലാത്ത ഫ്രീ ടൈം നമ്മൾ പർച്ചേസിങ്ങിന് ഇറങ്ങും, ഏതെങ്കിലും സാധനം മേടിക്കാൻ, മുട്ടായി തെരുവ് അല്ലെങ്കിൽ ഏതെങ്കിലും കോള പോയിക്കും, അതിൻ്റെ റിവ്യൂ ചെയ്യാൻ പോകും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ റിഫാന്റെ ഫാമിലിക്ക് അറിഞ്ഞിട്ടുമാണ് ഇപ്പോഴും മകനെ കാണാൻ സമ്മതിക്കാത്തത് മെഹനുവിനെ. അവർക്ക് എല്ലാ സത്യങ്ങളും അറിയാം, എല്ലാം അറിയാം. എന്റെ മനസ്സിൽ ഉറപ്പുണ്ട്, അവർക്കെല്ലാം അറിയാം. എല്ലാം അറിഞ്ഞിട്ട് ഇവരെന്ത് ഇങ്ങനെ കളിക്കും. അവർക്ക് അഥവാ മോനെ വേണമെന്നുണ്ടെങ്കിൽ എന്നോട് അങ്ങനെ പറഞ്ഞാൽ മതി, എന്ത് ഇന്ന പോലെ മോനെ വിട്ടാൻ ഇതില്ല, നീ അത് വാശി. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യ സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായെന്ന് പറയും, ഞാൻ ഇവരെ വിട്ടു പോകുന്നില്ല, ഞാൻ ഇവരെ കൂടെ തന്നെ ജീവിക്കും, ഞാൻ ഇവിടെ പണിയെടുത്തിട്ട് ഒരു വീട് നിർമ്മിച്ചിട്ട് നമ്മളെല്ലാം ഒന്നിച്ച് ജീവിക്കാനുള്ള ഒരു മൈൻഡായിരുന്നു എൻ്റെ ഉണ്ടായത്. സത്യം എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെയായിരുന്നു ആദ്യം മുതലേ. എങ്ങനെങ്കിലും ഇവരെ കൂടെ തന്നെ ഞാൻ എൻ്റെ ഫാമിലിയൊക്കെ വിളിച്ച് എന്നെ വണ്ടി കയറ്റുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഞാൻ വരുന്നില്ല, ഞാൻ ഇവരോട് ജീവിക്കുന്ന പറയുമ്പോൾ. പക്ഷെ ആദ്യ സമയത്തൊക്കെ റിഫയുടെ ഫാമിലി മെഹനുവിന്റെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ തന്നെ ഉണ്ടായത്. ഇവർ ഒരു മാസത്തിനുള്ളിൽ മാറിയത്, ഒരു മാസം കഴിഞ്ഞ ശേഷം മാറിയത്. കാരണം ആ സമയത്ത് സിറ്റുവേഷൻ സമയത്തൊക്കെ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ആ ഉമ്മയുടെ മടിയിലാണ് ഞാൻ കടന്നിട്ട്. ആ ഉപ്പ എന്നോട് പറഞ്ഞ വാക്കുണ്ട്, മോനെ ഓക്കെന്തോ ബുദ്ധിമോശം തോന്നിപ്പോയി, അത് നീ ടെൻഷൻ ആവില്ല, എനിക്കറിയാം നിനക്ക് അത്രക്കും താങ്ങാൻ പറ്റൂല എന്ന് എനിക്കറിയാം, പക്ഷെ എന്തോ ഒരു ഇത് പറ്റിപ്പോയി എന്നുള്ളത് എന്നെ സമാധാനിപ്പിച്ച ഒരു വ്യക്തി ഇങ്ങനെ മാറണം എന്നുണ്ടെങ്കിൽ. സ്വന്തം മകനെ കിട്ടാൻ വേണ്ടി ലീഗലി മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം അച്ഛന്റെ ഒരു അവകാശം ഉണ്ട് മകന്റെ മേലിൽ എപ്പോഴും. അപ്പൊ അത് തന്റെ ഭാഗം ശരിയാണെന്നുള്ള രീതിയിൽ ലീഗലി മൂവ് ചെയ്ത് മകൻ എപ്പോഴെങ്കിലും അടുത്തേക്ക് വരണം എന്നുള്ള രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ സ്റ്റാർട്ടിങ് ഒരു വക്കീലിനെ ഏൽപ്പിച്ച് ഒരു കാര്യം, 3 വക്കീലിനെ ഞാൻ ഏൽപ്പിച്ചു. പക്ഷെ എന്തുകൊണ്ടത് എടുത്താത്തതെന്നുള്ള എനിക്ക് അത്ഭുതമാണ്. അത് എന്ത് പവർ, ഏത് ശക്തി നമുക്കറിയില്ല. അതിലിപ്പം അതിന് ശേഷമാണ് ഞാൻ ഈ കൂടോത്രം, മന്ത്രം ഇങ്ങനത്തെ ഒക്കെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി. ഇപ്പം ഞാൻ വിശ്വസിക്കുന്നുണ്ടല്ലോ, കാരണം ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നു പോയത്. ഞാൻ ഒന്നും ചെയ്യാൻ ഇടയിലായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ മകനെ കാണാൻ സമ്മതിക്കാത്തത്. പക്ഷെ കാണാൻ സമ്മതിക്കാത്തതിന്റെ ഈ കേസൊക്കെ വന്നോണ്ടാണ് ഈ പറഞ്ഞ കണക്കെ നമ്മൾ ഈ കേസ് കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എത്താത്തത്. ഇപ്പോഴും ആ കേസിൽ ഒരു തീരുമാനം ആയിട്ടില്ല. ഇത് കേസ് ഫിനിഷ് ആയിട്ടുണ്ടോ? ഇപ്പോഴും ഇല്ല. ഇപ്പോഴും പോസ്കോ കേസ് ഞാൻ പറഞ്ഞില്ലേ, ഒരു പോസ്കോ എന്താ അങ്ങനെ പറയാ, അങ്ങനെ തന്നെ. ഈ പോസ്കോ പറയുന്നത് ഒരു പ്രായപൂർത്തിയാണ്ട് സംഭവമാണ്. അപ്പം ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയുന്നു, ഒരു പെൺകുട്ടിക്ക് 17 വയസ്സിന് താഴെയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി പറയുന്ന കാര്യം യേശുവില്ല. ഇപ്പം ആ കുട്ടിയുടെ കൂടെ ഒരു ചെക്കൻ വന്ന് എവിടെയെങ്കിലും ബീച്ചിൽ പോയി അല്ലെങ്കിൽ ഫുഡ് ചാടിക്കാൻ പോയി, ആ ഫാമിലി വെറുതെ പോയിട്ട്
ചൈൽഡ് ലൈനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുത്താൽ ആ ചെക്കന് പോസ്കോ കേസായി. ആണ്. പിന്നെ ഓൻ വിചാരിച്ച ഊരാൻ പറ്റൂല. ഇതിങ്ങനെ നിലനിന്നുകൊണ്ടിരിക്കും. ഒക്കെ 18 വയസ്സാകുന്നത് വരെ. ഇത് എൻ്റെ സംഭവിച്ച് വയസ്സാകുന്നതിന് മുന്നേ കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ച് പിന്നെ 18 വയസ്സിലുള്ള പ്രസവിച്ചും ചെയ്തു. ഈ ഒരു സംഭവം എല്ലാവരും ഇപ്പം ഞാൻ മാത്രമല്ല, എനിക്കുള്ള അതേ സെയിം കേസാണ് ഓളെ ഫാമിലിക്കുള്ളത്, ഓളെ ഉപ്പാക്കുമ്പോൾ. അതേ കേസ് നമുക്ക് 2 കൂട്ടർക്കുള്ളത്. അത് രണ്ടുപേരും അതിന്റെ പേരിൽ കോടതിയിൽ കയറി ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. അത് കോടതി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഇല്ലീഗലായിട്ട് നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ പാടില്ലാത്ത സമയത്ത് കൊടുത്തതിന്റെ ആ ഒരു സംഭവം എല്ലാവർക്കും ഒരേപോലെയുള്ള കേസാണ്, എനിക്ക് മാത്രമായിട്ടുള്ളതല്ല. ഇപ്പൊ എന്റെ ഫാമിലിക്കാണെങ്കിലും ഓളെ ഫാമിലിക്കാണെങ്കിലും ഒരേപോലെ അങ്ങനെ നടക്കുന്നൊരു കേസാണ്. ആ ഒരു കേസാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പൊ മകനെ കാണാനുള്ളത് ലീഗലി ഉള്ള റെസ്ട്രിക്ഷൻ ആണോ, അല്ലെങ്കിൽ റിഫയുടെ അച്ഛനും എനിക്കിപ്പോ സത്യം പറഞ്ഞെങ്കിൽ എനിക്ക് കുഞ്ഞിനെ മുന്നേ ആണെങ്കിൽ കേസ് കൊടുക്കുന്നതിന് മുന്നേ എനിക്ക് കുട്ടീനെ കാണാൻ പോവായിരുന്നു. കാരണം എന്തേ, എൻ്റെ കുട്ടിയാണ്. പക്ഷെ ഞാൻ അങ്ങനെ കാണാൻ പോയത്തെ സമയത്തൊക്കെ അവിടെ ഭയങ്കര ഫൈറ്റ് നടന്നിട്ട്, അടിയും പിടിയും നടന്നിട്ടുണ്ട്. എന്നെ ഒരുപാട് മർദ്ദിച്ചിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫാമിലീൻ്റെ വിഷമത്താലാണ് ഒരുപാട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ കുട്ടീനെ കാണണം, അവർ കാണണം സാർ, ഒന്ന് സ്റ്റേഷനിലേക്ക് വിളിച്ച് എൻ്റെ കുട്ടീനെ കൊണ്ട് വരണം, എനിക്കൊന്ന് ഒരു നോക്ക് കാണാൻ, ഒരു 5 മിനിറ്റ് ഒന്ന് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സൗകര്യം ചെയ്തു തരണം പ്ലീസ്. കാല് പിടിക്കാൻ കെഞ്ചിയിട്ട് ആ സാറ് സമ്മതിച്ച് വിളിച്ചിട്ട് ഒരു ചാൻസ് തരാൻ നിന്നിട്ടുണ്ട്. അതുവരെ നടന്നിട്ടില്ല. ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒരു എന്താ പറയുക, എന്തോ ഒരു ശക്തി ബഹ്റൈൻ്റെ ബാക്കിൽ കളിക്കുന്നുണ്ട്, കൂടോത്ര മന്ത്രോ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും ചിലപ്പം ഒരുപക്ഷെ. കാരണം പണ്ട് എൻ്റെ ഓളെ ശല്യപ്പെടുത്തുന്ന ഒരുത്തനും വേണ്ടിയിട്ട് കേസ് കൊടുക്കാൻ പറഞ്ഞിട്ടും അത് കൊടുക്കേണ്ട ഇപ്പം നമ്മളല്ലേ സ്റ്റേഷനിൽ പോയിട്ട് വരെ കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ഇന്ന് ഇതിൻ്റെ ഇത്രയും വലിയ കേസ് കൊടുത്തേക്കുന്നത്. എന്തൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇപ്പോഴും മെഹനുവിന്റെ മേൽ അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇപ്പം അവരാണ് ശരിക്കും ഇവിടെ മരിക്കാൻ കാരണം എന്നുള്ള രീതിയിൽ ഞാൻ പറയും. കാരണം പിന്നീട് പറഞ്ഞ വാക്കുകൾ മാറ്റി പറയുന്നുണ്ട്. ഒരുപാട് കളവ് എന്നെ പറ്റി പറയുമ്പോൾ എനിക്ക് മനസ്സിലായി ഇതിലെന്തോ ഒരു സംഭവം ഉണ്ടെന്ന്. എന്ത് ഒന്ന് ഞാൻ ഇപ്പം അവളെ ബ്രദർ ആയിക്കോട്ടെ, ഇവർ പിന്നെ പറയും വീട് കെട്ടാൻ വേണ്ടിയിട്ട് ഇവള് ഗൾഫിൽ പോയെന്ന്. ചില സമയം ഞാൻ അറിയാണ്ട് ഇവളങ്ങനെ വീട്ടുകാർ ഫോക്കസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ആകെ 3 മാസം വിസിറ്റിങ്ങിന് ജസ്റ്റ് പോവാ വരാം, അവിടെ ആഡ് ചെയ്യുക. ഒരു ഷോപ്പിൽ നമ്മൾ പണിക്കായിട്ട് നമ്മൾ വിസ അടിച്ചിട്ടോ വിസക്ക് ഉള്ളൊരു പ്ലാനിങ്ങോ ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്ത ഒരു തെറ്റെന്ന് വെച്ചെങ്കിൽ അവിടെ ഒരു ഷോപ്പിൽ ഒരു ആഡ് കൊടുക്കാൻ കുറച്ച് ടൈറ്റ് വന്ന്, ഫിനാൻഷ്യലി ടൈറ്റ് വന്ന്. ആ സമയത്ത് ഒരു ഷോപ്പിന് ആഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോപ്പ് പോലെ നമ്മൾ ആക്ട് ചെയ്തു. അതാണ് നമുക്ക് പറ്റിയ പ്രശ്നം. നമ്മൾ ഷോപ്പ് പോലെ നമ്മൾ ഉദ്ഘാടനം ചെയ്ത് നമ്മൾ തന്നെ അവിടെ സ്റ്റാഫായിട്ട് നിന്ന് അവർക്ക് ആ പ്രൊമോഷൻ കിട്ടുന്നത് വരെ അവിടുത്തെ സ്റ്റാഫിനൊക്കെ മാറ്റി വേറെ അടുത്തൊക്കെ ആക്കി. അങ്ങനെ നമ്മൾ 2 പേരും 3 പേരും മാത്രമായിരുന്നു ആ ഒരു സംഭവം. അതിൽ അങ്ങനെയൊക്കെ ഇപ്പം നമുക്ക് അറിയാലോ, ഈ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ചില ദിവസം പ്രൊമോഷനും വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് വന്നാൽ നമ്മൾ ആ പ്രൊഡക്റ്റ് ഇത് വെറും താണ പ്രൊഡക്റ്റ് എന്ന് പറയുമോ? നമ്മൾ എന്തിനാ ആ പ്രൊമോഷൻ എടുക്കുന്നത്? അവരെ പ്രൊമോട്ട് ചെയ്യാൻ, അവരെ നല്ലത് പറഞ്ഞ് ആൾക്കാർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ നമ്മളും ചെയ്തിട്ടുള്ളൂ. അതിനൊക്കെ എടുത്ത് നമ്മളെ കുറേ ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് നമ്മൾ ദുബൈയിൽ സെറ്റിലാകാൻ നിന്ന്. അങ്ങനെ ഒരിക്കലും അല്ല, അതിനുള്ള ഒരു പ്ലാനിങ്ങിൽ നമ്മൾ പോയിട്ടില്ല. ഇവിടെ ഫാമിലി പിന്നെ എന്താണ്ടാണ് വീട് കെട്ടാൻ വേണ്ടിയിട്ടാണ് അവൾ പോയത്, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നത് നമുക്കറിയില്ല. ബ്രദർ മാറ്റങ്ങളും എല്ലാം കാണുമ്പോൾ ഓനെന്തോ ലക്ഷ്യത്തോട് മുൻകൂട്ടി എന്തോ ചെയ്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അവളെ ബ്രദർ ഇതിനു വേണ്ടിയിട്ട് എന്തോ മനഃപൂർവ്വം കളിക്കാണെന്ന് തോന്നുന്നു. ഓൻ എന്തെന്ന് ശരിക്കും എനിക്കറിയാം. എന്നിട്ട് ഓൻ എന്നെ പറ്റി അങ്ങനെ സംസാരിക്കുമ്പോൾ ഓൻ എങ്ങനെയാണെന്നുള്ളതും പിന്നെ എനിക്ക് ആരൊക്കെയോ കോള് വിളിച്ചിട്ട് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അത് നമുക്കിപ്പോൾ പറയേണ്ട ആവശ്യമില്ല. എല്ലാം ഇൻഷാ അല്ലാ കാലം തെളിയിക്കും. പഠിച്ചോൻ എന്തായാലും ഒരു ദിവസം എല്ലാവരും മുഖംമൂടി അയച്ചു മാറ്റും. മകനിപ്പോ എനിക്ക് തോന്നുന്നു 5 വയസ്സായിരുന്നു. എപ്പോഴെങ്കിലും തിരിച്ചു വരും. എല്ലാം സത്യം അറിയുമ്പോൾ അച്ഛന്റെ മുഖം വേറെ രീതിയിൽ പോർട്രേറ്റ് ചെയ്യും എന്നുള്ളൊരു പേടിയുണ്ടോ? അതായത് മകനെ ഇങ്ങനെ പറഞ്ഞിട്ട് അതെനിക്ക് പേടി ഒരിക്കലും ഇല്ല. കാരണം അവര് ചില ദിവസം എന്തെല്ലാം പറഞ്ഞ് വളർത്തും എന്നുള്ളത് കുറെ ആൾ പറഞ്ഞു. ചില ദിവസം ചെറിയ കുട്ടിയാണ്, അപ്പൊ ആ കുട്ടീനെ എന്തൊക്കെ പറഞ്ഞ് മാറ്റം വരുത്തും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ തീർച്ചയായിട്ടും ഒരു ദിവസം
മനസ്സിലാക്കി വരും എന്നുള്ള വിശ്വാസം തന്നെയാണ് എനിക്കുള്ളത്. കാരണം എന്ന് വെച്ചെങ്കിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്ക് പേടിക്കണ്ട. ഞാൻ ആ ധൈര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ അറിയാത്ത ഫേക്ക് കേസുകളിൽ വന്നത്. ഞാൻ ഒരു തെറ്റും ചെയ്യാത്തതുകൊണ്ട് ധൈര്യത്തിൽ നിന്നിട്ടുണ്ട്, ഒന്നിലും ഇറങ്ങാണ്ട്. എവിടെ ഇറങ്ങേണ്ട ആവശ്യമില്ല എനിക്ക്, കാരണം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ നോർമലി പറയേണ്ട കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അത് ഇപ്പം നിയമപ്രകാരം അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഇമോഷനിൽ പെട്ടെന്ന് അങ്ങനെ ആയിപ്പോയ പെട്ടെന്നൊരു ദേഷ്യം വന്ന് അത് തെറ്റാന്ന് നീ ചെയ്തെന്ന് ചൂടായതിൻ്റെ പേരിൽ ഞാൻ വലിയ ക്രൂരനാന്ന് പറയുന്നത് നിയമം പറയുന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം എൻ്റെ ഭാര്യയാണ്, ഞാനാണ് അവളെ നോക്കണത്. അപ്പം അങ്ങനത്തെ ഒരു ഭാര്യ ഇങ്ങനെ വേറെത്തൻ്റെ ഒക്കെ നടക്കുന്നതും പിടിക്കുന്നതും ഞാൻ സപ്പോർട്ട് എടുക്കണം എന്നാണോ പറയണത്? അക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഇപ്പോഴത്തെ വൈഫാണ്, ഓളെ ഭാഗത്ത് ഒരു തെറ്റ് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ചോദിക്കൂല, ഡിവോഴ്സ്. ഞാൻ അതിന് അല്ലാതെ ഒഴിവാക്കും. കാരണം മാപ്പ് കൊടുത്തതിന്റെ അനുഭവമാണ് ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒറ്റക്ക് റീച്ച് മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ ഒറ്റയടിക്ക് ഞാൻ ഇനി മാപ്പ് കൊടുക്കാൻ ഡിവോഴ്സ് ചെയ്യും. ഈ കേസ് ഇപ്പോഴും ഇങ്ങനെ എത്ര കാലത്തേക്ക് ഈ കേസ് ഇങ്ങനെ പോകും, അല്ലെങ്കിൽ ഇതിനൊരു ക്ലോസിംഗ് ടൈം കഴിഞ്ഞോ? ഇപ്പൊ ഈ മരണത്തിന്റെയും ആണെങ്കിലും കുട്ടിയുടെ ഒക്കെ ആണെങ്കിലും ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടോ കേസ്? ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ പോസ്കോ കേസ്, ആ നിലവിൽ അത് കോടതി തീരുമാനിക്കുന്ന പോലെയാണ്. അതുകൊണ്ട് അത് കോടതി എന്താണ് പറയുന്നത്, എല്ലാവർക്കും ഒരേപോലെയുള്ള കേസ്. അത് ഓള് ഇപ്പൊ ജീവനോട് ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ 18 വയസ്സായ പെണ്ണിന് ആയിക്കഴിഞ്ഞാൽ പെണ്ണ് ഒന്ന് പറയാം. അതില്ലാത്തതുകൊണ്ടുള്ള ഒരു ലാക്ക് അതിങ്ങനെ പോകുന്നുണ്ട്. മെഹനു, ആഫ്റ്റർ ഇപ്പം ഡെത്തിന് ശേഷം നമ്മുടെ റിഫയുടെ ബോഡി വീണ്ടും നമ്മൾ ഇവിടെ വന്നിട്ട് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യണ്ടായി. ആക്ച്വലി എല്ലാ പ്രൊസീജിയർ അനുസരിച്ച് ഗൾഫിൽ നിന്ന് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടാവല്ലോ. അപ്പോൾ അത് മെഹനുവിനോട് ട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണോ അങ്ങനെ തോട്ട് വന്നിട്ടുണ്ട് വീണ്ടും ഇവിടെ വന്നിട്ട് ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നത്? ശരിക്കും ഈ പോസ്റ്റ്മോർട്ടവും കാര്യങ്ങളൊന്നും ചെയ്തോ ചെയ്തിട്ടില്ല എന്നോ ഒന്നും എനിക്കറിയൂല. കാരണം എൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ സ്റ്റോറിയിട്ട് ഒരാളെ ഹെൽപ്പ് വന്ന ആ ഒരു ഹെൽപ്പ് കാരണം അവരെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ അഷറഫ് താമരശ്ശേരി എന്ന് പറയുന്ന മൂപ്പരാന്ന് ഏൽപ്പിച്ചതെന്ന് എനിക്കറിയാൻ, അവളെ ബ്രദറാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്, ഞാനല്ല. ഞാൻ ഈ സത്യം പറഞ്ഞെങ്കിൽ എന്തോ ഒരു ഹാലില് അവിടെ ഇങ്ങനെ റോബോട്ടിനെ പോലെ ഇങ്ങനെ ഒറ്റ ഇരുത്തുവാണ്. ഈ കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ എനിക്കറിയൂല. ഇത് ഞാനല്ലാണ്ട് ആരുടെ അടുത്ത് സംസാരിച്ച ഒരു പേപ്പേഴ്സിന്റെ കാര്യമോ ഒന്നും ചോദിക്കാനും പോയിട്ടില്ല. ഞാൻ അങ്ങനത്തെ സിറ്റുവേഷൻ അല്ലായിരുന്നു. കാരണം എനിക്ക് ഇതിലൊന്നും എന്താ പറയാ വിശ്വസിക്കാനൊന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഈ പേപ്പറിൻ്റെ അങ്ങനത്തെ ഒരു സംഭവം ഞാൻ ആക്കാനോ അല്ലെങ്കിൽ ഞാൻ ആകെ ഒറ്റ ഷോക്കായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ നാട്ടിലെത്തിയതും ഒക്കെ ആരൊക്കെയോ പിടിച്ച് എന്നെ താട്ടി, അങ്ങനത്തെ സിറ്റുവേഷനിൽ ഞാൻ നാട്ടിലെത്തിയത്. അത് ഇവിടെ എത്തിയതിനു ശേഷം പിന്നെ ഈ രണ്ടാമത് സംഭവം നടക്കുന്നതും പോസ്റ്റ്മോർട്ടം അതുവരെ എനിക്കറിയൂല. എന്നോട് ആരും പറഞ്ഞിട്ട് ഇതാക്കിയിട്ടൊന്നുമില്ല. എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയൂല. ഇതൊക്കെ ചെയ്തത് അഷറഫ് താമരശ്ശേരി മൂപ്പരാണെന്ന് തോന്നുന്ന ബോഡിയൊക്കെ എത്തിച്ചാണ്. അതിനെ ഏൽപ്പിച്ചത് അവളെ ബ്രദറാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത്. ഓൻ വന്നേ പിന്നെ എന്താ പറയാ, ഓന് വന്നേ പിന്നെ എനിക്കൊരു ഇതായി. കാരണം എന്താ, ഓനുണ്ടല്ലോ ആളൊരു മാനേജ് ചെയ്യാൻ ഒരു, കാരണം ഞാൻ അങ്ങനത്തെ ഒരു ഹാലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി ശരിക്കും പറഞ്ഞാൽ ഇതിനെപ്പറ്റി സത്യത്തിൽ അറിയില്ല. ഇതെന്താ, ആരാണ്, എങ്ങനെയാണ്, ഇതൊന്നും അറിയില്ല. ശരിക്കും ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യം ഒന്നും എനിക്ക് ലൈഫിൽ അറിയില്ല, അനുഭവം ഒന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഈ വീണ്ടും ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യിപ്പിച്ചത് മെഹനുവിനെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതിലേക്ക് തോന്നിയിട്ടുണ്ടോ? അതിൽ അന്വേഷിച്ചിട്ടുണ്ടോ ആക്ച്വലി ഗൾഫം? ഇപ്പൊ ആഫ്റ്റർ ഈ ന്യൂസ് കേട്ടതിന് ശേഷം മെഹനു അത് അന്വേഷിച്ച് പോയിട്ടുണ്ടോ? അതായത് ഗൾഫിൽ നിന്ന് നടന്നിട്ടുണ്ടായിരുന്നോ? അപ്പൊ അറിയുന്ന ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? എടാ ശരിക്കും അവിടെ നടന്നിട്ടുണ്ടായിരുന്നോ, എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? ശരിക്കും അങ്ങനെ പ്രൊസീജിയർ അങ്ങനെയാണല്ലോ ആക്ച്വലി. അപ്പൊ അങ്ങനെ എന്ത് കേസ് വന്നാലും അത് അവിടെ മൊത്തം ചെക്ക് ചെയ്തതിന് ശേഷമാണല്ലോ ബോഡി അവർ നമുക്ക് വിട്ടു തരുന്നത്. അപ്പൊ അതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നോ? ഞാന് ശരിക്കും ഈ വീഡിയോ രണ്ടാമത് പോസ്റ്റ്മോർട്ടം വന്ന് ഇങ്ങനെ ഒരു ന്യൂസ് ചെയ്യുന്നുണ്ട്, ഇതൊന്നും ഞാൻ അറിയില്ല. എന്നോട് എൻ്റെ ഫാമിലി, ഞാൻ ഫോണോ കാര്യമൊന്നും ഇല്ലാതെ ഒരു റൂമിൽ എന്തോ ഹാലിൽ ഇങ്ങനെ ഒറ്റ കടത്താണ്. എൻ്റെ പെങ്ങളുണ്ട്, അടുത്ത് അനിയനുണ്ട്. ഞാൻ ഇങ്ങനെ ഒരേ കരഞ്ഞ് കടത്തായിരുന്നു. അതിന്റെ ഇടയ്ക്ക് നടന്ന കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. ഈ വീഡിയോസ് വന്നതെല്ലാം ഞാൻ കാണുന്ന കുറേ പിന്നീടാണ്, കുറെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയണത്. പോസ്റ്റ്മോർട്ടത്തിന് രണ്ടാമത് നിന്ന പോലെ ചെയ്യുന്നുണ്ട് എന്ന് ഫാമിലി ഇപ്പൊ എന്നെ എനിക്ക് വിഷമമുണ്ടെന്ന് വിചാരിച്ചിട്ട് അവര് കുറെ കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയ വരുന്ന കാര്യമൊന്നും എന്നോട് പറഞ്ഞിട്ടുമില്ല. ഇങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെയാണ് സംഭവങ്ങൾ, ഓളിപ്പം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഒരു കാര്യങ്ങൾ അറിയുന്നില്ല. ഞാൻ എന്തോ അല്ലെങ്കിൽ
എന്താ പറയുക അത്രക്ക് ജീവിതം അടുത്തും അവസാനം ഫുള്ള് എന്തോ ആയ ഹാലിൽ ഞാൻ നിൽക്കായിരുന്നു. കുറേ കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് രണ്ടാമത് പോസ്റ്റ്മോർട്ടം ചെയ്തിന്. അപ്പം ഞാൻ ഇങ്ങനെ കുറെ ആലോചിച്ചിന്, അവർക്ക് എന്താ അത്രക്കും ബുദ്ധിയില്ല, അവര് മനഃപൂർവ്വം എന്തോ കാരണത്തിന്. കാരണം എന്നോട് ഫസ്റ്റ് പറഞ്ഞു വീഡിയോ ഇന്റർവ്യൂ ഒന്നും കൊടുക്കണ്ട പിടിക്കണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ട് ഫസ്റ്റ് ഇന്റർവ്യൂവും കാര്യങ്ങളും കൊടുത്തത് അവരാണ്. എന്നോട് ഇതാക്കണ്ട കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി അവരെന്തോ ഗെയിം കളിക്കുന്നുണ്ട്, അവര് മനഃപൂർവ്വം എന്തോ ഉദ്ദേശിച്ചിട്ട് കളിക്കുന്നുണ്ട്. ജനങ്ങളെ ഹെൽപ്പ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ വീട് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, അങ്ങനെ. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് നഷ്ടപ്പെട്ടത് എനിക്ക് മാത്രമാണെന്നുള്ളത്. കാരണം അവരെ ക്യാരക്ടറിലൂടെ എനിക്ക് അങ്ങനെ മനസ്സിലാവുന്നു ഒരു പെയിൻ. ഞാൻ പറഞ്ഞത് സത്യം പറഞ്ഞെങ്കിൽ ആ ഉപ്പാനെ പറ്റി, ആ ഉപ്പാന്റെ സ്നേഹം ഭയങ്കര ഒരു സർപ്രൈസാണ്. ഒരു എന്താ പറയുക, ഒരു പാവപ്പെട്ട കുടുംബമാണെങ്കിലും അത് മതി നമുക്ക് ജീവിക്കാൻ. അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരിക്കലും എന്നെ സംശയിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ മാറിയത് മൂപ്പര് മാറിയതല്ല, മൂപ്പരാരും മാറ്റിച്ചതാണ് എന്നുള്ളതും എനിക്ക് ഉറപ്പാണ്. ആരോ പറയിപ്പിച്ചാണ്, അവരല്ല ഇത് ചെയ്യണത്. ശരിക്കും പറഞ്ഞാൽ അവരൊന്നല്ല. ഇതിലിപ്പോ അത്യാവശ്യം ബുദ്ധിയുള്ള ഒരു ചങ്ങയാന്ന് ബ്രദർ എന്ന് പറയാം. ആ ഒരു ചെക്കന് മനസ്സിലാവുന്നില്ലേ, ഓനെ അടക്കം എൻ്റെ കൂടെ ഈ സംഭവങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു സമയത്ത് ആ ചെക്കനെ കാണണോ, ആ ചെക്കനെ ഇങ്ങനെ ചെയ്തില്ലേ മോശമാന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ വന്നൊരു വ്യക്തി പെട്ടെന്ന് ആ ചെക്കനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പം എനിക്ക് തോന്നുന്നു അവനെന്തോ ഇതിൽ നേട്ടം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഓന് സംസാരിക്കുന്ന എന്നാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പലപ്പോഴും ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് അവന് കുറെ നേട്ടം കിട്ടിയത് കൊണ്ടാണ് ഓന് ഇപ്പൊ എനിക്ക് അഗൈൻസ്റ്റ് നിൽക്കുന്നത്. അവർക്ക് എന്ത് നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ സംസാരിക്കുന്നത്. പിന്നെ ഇവർക്ക് 100% അറിയാം ഞാൻ എങ്ങനെയാണ്. ഇത്രയും കൊല്ലം ഞാൻ അവരെ കൂടെ അവരെ കൂടെ ഞാൻ ജീവിച്ചത് അവരാ സ്നേഹവും സൗഹൃദവും ഒക്കെ കണ്ടിട്ടാണ്. കാരണം എനിക്ക് എന്ത് കിട്ടുന്നുണ്ടെങ്കിലും അത് എൻ്റെതല്ല, എല്ലാം നമ്മളതായിട്ടാണ് ഞാൻ കാണല്. ഇപ്പോൾ ഒരു 50,000 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്പോട്ടിൽ നമ്മൾ പോകും, 50,000 രൂപയ്ക്ക് എല്ലാവർക്കും ഡ്രസ്സ് പർച്ചേസ് ചെയ്യും, സാധനങ്ങൾ പർച്ചേസ് ചെയ്യും, എല്ലാം കൊണ്ട് തീർക്കോടത്തേക്ക്. അങ്ങനെ ആയിരുന്നു ജീവിതം പോയത്. ഒരു ഉറപ്പ സേവിങ്സ് ഇല്ലാണ് അങ്ങനെ പോയൊരു വ്യക്തി പെട്ടെന്ന് ഇങ്ങനെ മാറുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ നാട്ടത്തിനുള്ള സംസാരങ്ങളാണെന്നാണ്. റിഫ മെഹനൂനോട് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടും ഇപ്പൊ റിഫ വിട്ടു പോയി തോന്നിയപ്പം ഈ ജീവിതം വേണ്ട, അല്ലെങ്കിൽ എനിക്ക് ജീവിക്കണ്ട, എനിക്ക് മതി എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ മൊമെന്റ് ഉണ്ടായപ്പോൾ കൂടെ നിന്നവരാരൊക്കെയായിരുന്നു? അതായത് എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ പെങ്ങള് ലൈവായിട്ട് ഉണ്ടായത് കൊണ്ട് എൻ്റെ പെങ്ങളി കാര്യം അറിഞ്ഞു. അപ്പം ഞാൻ സത്യം പറഞ്ഞെങ്കിൽ തളർന്നു പോയിനി. കാരണം നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല, ഒരിക്കലും ഇങ്ങനെ നടക്കുന്ന. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് കാലം മായ്ക്കും എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾ. ഇപ്പൊ നിങ്ങൾക്കിടയിൽ ഇഷ്യൂ ഉണ്ടായി, പക്ഷെ അത് ഓക്കെ ആക്കി നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യാനാണ് ഗൾഫിൽ പോയത്. ഗൾഫിൽ ഇപ്പൊ അവള് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ അവള് ഒരു ഗൾഫിൽ പോകേണ്ട ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരാളെ ഇങ്ങനെ ആ ഒരു സംഭവം നമുക്ക് ഭയങ്കര ഇതായി. കാരണം എന്ത്, ഞാൻ ആ ഒരു കുറവും കൂടെ വരുത്താൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൊണ്ടുപോയത്. അത് അതിന്റെ ഇടയിൽ ഇങ്ങനെ സംഭവം നടക്കുമെന്നോ ഒന്നും അറിയില്ലല്ലോ. ആ ചെക്കൻ നാട്ടിലേക്ക് വരുന്നോ, നാട്ടിലുണ്ടായ ചെക്കൻ ദുബൈയിലേക്ക് വരണമെങ്കിൽ അതും നമ്മൾ നിൽക്കുന്ന ഏരിയയിൽ വരണമെങ്കിൽ അന്ന് ആലോചിച്ച് നോക്കി. അവിടെയുള്ള ആരോ അന്ന് പറഞ്ഞു ആ ചെക്കൻ ഇവിടെ ഉണ്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായി. ഓൻ എല്ലാവരോടും പറഞ്ഞു നടക്കുന്നത് ഞാൻ ഓളെത്തിട്ട് എന്തോ ഗെയിം ഇട്ടിട്ട് ഓനെ കൊടുക്കാൻ നോക്കിയെന്ന് ആരെങ്കിലും അങ്ങനെ സ്വന്തം ഹസ്ബൻഡ് വൈഫർ ചെയ്യും. പിന്നെ അതുമല്ല ഓനെ ഗെയിം ഇട്ടിട്ട് കുടുക്കിയിട്ട് നമുക്ക് എന്ത് കാര്യം. ഓൻ ആ ഒരു ക്രീമിന്റെ പ്രൊഡക്റ്റും സംസാരിച്ചിട്ട് വന്നിട്ട് അവസാനം ഓൻ തെറ്റ് ചെയ്തിട്ട് ഓൻ പറയുന്നത് എൻ്റെ ഭാര്യയോട് മോശമായിട്ട് സംസാരിച്ചിട്ട് മോശമായിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടും ഓൻ പറയുന്നത് ഓൻ മാനിയെന്ന്. അത് പറയാൻ കുറെ ആൾക്കാർ. ജംഷാദ് ആക്ച്വലി മെഹനൂന്റെ ഫ്രണ്ട് ആയിരുന്നു. എൻ്റെ ഫ്രണ്ട് അല്ല ശരിക്കും ജംഷാദ്. ജംഷാദിനെ ഞാൻ പരിചയപ്പെടുന്നത് റിഫ ഒരു ദിവസം പരിചയപ്പെടുത്തുന്നത്, ഇവരെന്തോ ഷൂട്ട് ഉണ്ടായിരുന്നു. അന്നേരം എനിക്ക് അടുത്ത് കസിൻ്റെ വീട്ടിൽ പെയിന്റ് ഇങ്ങനെ പഴയ ഒരു വീടായിരുന്നു, പാവപ്പെട്ട മേലെ. അപ്പം ഞാൻ പറഞ്ഞു ഈ വീട്ടിൽ ഞാൻ ഫുള്ളൊന്ന് ചേഞ്ച് ആക്കി തരട്ടെ, അപ്പം നിങ്ങൾ പെയിന്റ് മാത്രം മേടിച്ചെന്നാൽ മതി, ഞാൻ ഫുള്ള് സെറ്റാക്കി തരാൻ പറയുമ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ഒരു ഇതായി, പാവപ്പെട്ട മേലില്ല. അങ്ങനെ ഞാൻ തന്നെ പെയിന്റ് വാങ്ങിച്ച് ഞാൻ തന്നെ അവരോട് പെർമിഷൻ ചോദിച്ച് പെയിന്റ് അടിക്കാൻ തുടങ്ങി ഒരു വീട്ടിന് മൊത്തത്തേക്ക്. അപ്പൊ ആ പെയിന്റ് അടിക്കുന്നതിന്റെ അന്ന് ഇവക്ക് എന്തോ ഓണഷൂട്ടാണ്, എന്തോ ഒരു ഷൂട്ട് അന്നേരം ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പോവാ, കുഴപ്പമില്ല. അന്നേരം എൻ്റെ പെങ്ങള് പറഞ്ഞ് ആടാ എനിക്കും ഉണ്ട് ഷൂട്ട്, നമുക്ക് ഒരേ ഡേറ്റിന് ഒരേ ദിവസം തന്നെ ആക്കാം, അങ്ങനെ ആകുമ്പോൾ ഞാൻ വരാം. ഞാൻ പറഞ്ഞു നീ ഉണ്ടെങ്കിൽ ഞാൻ വരണ്ടല്ലോ, എനിക്കിവിടെ പണിയുണ്ട്, അപ്പം നിങ്ങൾ പോയി ഷൂട്ട് ചെയ്തോ, നീ എൻ്റെ പെങ്ങളുള്ള ധൈര്യത്തിലും എനിക്ക് ധൈര്യത്തിലും എൻ്റെ പെങ്ങളോട് അയക്കാലോ.
അങ്ങനെ ഇവര് പോയി. അന്നേരം ജംഷാദൊക്കെ ഇവര് അന്നേരം ജംഷാദ് ഇവര് ക്യാമറമാനാണ്. അന്നേരം എനിക്ക് അറിയുന്നില്ലല്ലോ ജംഷാദ്. ഇവര് കഴിഞ്ഞ് കുറെ ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ജംഷാദിനെ പരിചയപ്പെടുന്നത്. മനസ്സിലായോ? അതിന് ശേഷം ഇവര് എന്താ പറയാ എൻ്റെ ഫ്രണ്ടാക്കി സംസാരിച്ച് ഓന്നെ പറയുന്നുണ്ട് ഒരു വീഡിയോയില്, ജംഷാദ് പിന്നെ മേനുവിനെ ഞാൻ കാണുന്നത് റിഫാനെ കണ്ടതിന് എത്രയോ ദിവസത്തിന് ശേഷമാണ് ഞാൻ മേനുവിനെ പരിചയപ്പെടുന്നത്. അങ്ങനത്തെ ആൾക്കാർ എൻ്റെ ഫ്രണ്ടിനെ ഞാൻ കൂട്ടിക്കൊടുത്തുന്നവരെ ഉണ്ടാക്കി. ഫസ്റ്റ് എൻ്റെ ക്യാരക്ടർ, ഞാൻ അത്യാവശ്യം പൊസസീവ്നെസ് ഉള്ള ആളാണ്. അങ്ങനത്തെ ഞാനതിന് നിൽക്കുന്നത് ഒരിക്കലും ഇപ്പം എൻ്റെ പുതിയ വൈഫിനോടാണ് ചോദിക്കോ, ഓളെന്നെ പറയും ഇത്രക്ക് ഒരു ഉണ്ടായിട്ട് വരെ അവർ ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര മോശമാണെന്നുള്ളത്. ഓളെന്നെ സംഭവം കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി. ഒന്നും ചെയ്യാതെ ഓളെന്നെ കൊലപാതകമാക്കി സംസാരിച്ച് ഭയങ്കര വിഷമമുണ്ട് ആ കാര്യത്തിലൊക്കെ. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് അവളോട് പറഞ്ഞു, നീ ഇറങ്ങണ്ട, സോഷ്യൽ മീഡിയ വരണ്ട. എല്ലാം ശരിയാവട്ടെ. ഇപ്പം എനിക്ക് തോന്നുന്നു കുറെയൊക്കെ മെഹനു മുമ്പോട്ട് തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. ഇപ്പം അറിയാവുന്ന പണികളെല്ലാം ഇപ്പൊ മെഹനു ആക്ച്വലി എടുക്കുന്നുണ്ട് അല്ലേ? ഇപ്പം കറന്റ്ലി വ്ളോഗിംഗ് ഉള്ള ലൈഫിലല്ല മെഹനു ജീവിക്കുന്നത്. അല്ലാതെ ഇൻകം കണ്ടെത്താൻ വേണ്ടിയിട്ട് വേറെ പല ജോലികളും മെഹനു എടുക്കുന്നുണ്ട്. ബാക്കി ആരും ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ. ഞാൻ പണ്ട് ചെറുപ്പം മുതലേ എന്താ പറയാ, ഞാൻ 13-14 വയസ്സ് മുതൽ ഞാൻ ഡ്രസ്സിന്റെ ഷോപ്പിലൊക്കെ പണിക്ക് പോകുന്നുണ്ട്. പിന്നെ അതിനുശേഷം എന്താ പറയാ പെയിന്റ് പോയിനി, തേപ്പിന്റെ പണിക്ക് പോയിനി, വാർപ്പിന്റെ പണിക്ക് പോയിനി, എല്ലാ പണിക്കും ഞാൻ പോയിനി. 8 to Z വർക്ക് ഞാൻ ചെയ്തിന്. അതുകൊണ്ടുള്ള എക്സ്പീരിയൻസ് ആണ് പെയിന്റ് അടിയൊക്കെ. ഭയങ്കര എൻ്റെ റൂമിലൊക്കെ ഞാൻ തന്നെ പെയിന്റ് അടിക്കല്. എല്ലാ ജോബിനും ഞാൻ പോയിനി. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഗൾഫിലും 4 കൊല്ലം ഉണ്ടായി. എന്നിട്ടും ഞാൻ അത്യാവശ്യം അടിച്ചുപൊളിച്ച് അടിച്ചുപൊളിച്ച് നല്ല കിട്ടിയ പൈസക്ക് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. സേവിങ്സ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. സേവിങ്സ് ഒക്കെ ഇല്ല. ഒന്നിക്കൽ ഞാൻ ഇപ്പം ടൈറ്റ് വന്ന അർജന്റായിട്ട് ആരോടും കടം ചോദിക്കും. ആ പൈസ ഉണ്ടാക്കാൻ ഓടും. ഇപ്പൊ സേവിങ്സ് വെക്കണം എന്നുള്ളൊരു മൈൻഡ് വന്നിട്ടുണ്ട്. സേവിങ്സ് വെക്കണം എന്നുള്ള മൈൻഡ് വന്നിട്ടുണ്ട്. സത്യം. കാരണം ഫാമിലി, ഒരു ന്യൂ ഫാമിലി ആയി, കുഞ്ഞായി. ഇപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഇനി കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സേവ് ചെയ്യണം എന്നിപ്പോ ഇല്ലേ? അങ്ങനെയാണ് മനസ്സിൽ വരുന്നുണ്ട്. കുറെ കാര്യങ്ങൾ മാറി, ഒരുപാട് മാറ്റി മെഹനുവിനെ. കുറെ റിയലൈസേഷൻ വന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ കുറെ ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മെഹനു നല്ലൊരു ഗായകനാണ്, നല്ലൊരു പാട്ടുകാരനാണ് അല്ലേ? ഞാൻ ഇന്ന പാട്ടൊന്നും പറഞ്ഞില്ല, പക്ഷെ മെഹനുവിന് ഇഷ്ടപ്പെട്ട പാട്ട്, ഇപ്പൊ മെഹനുവിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ഈ വീഡിയോ കാണുന്ന ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, മെഹനുവിന്റെ പാട്ടിനെ ഇഷ്ടപ്പെട്ടവരുണ്ടാവും. അപ്പൊ മെഹനുവിന് എന്തെങ്കിലും ഒരു പാട്ട് ആ ഓഡിയൻസിന് വേണ്ടിയെങ്കിലും ഒരു ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു പാട്ട്, മെഹനുവിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് സഫയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ട്. സഫേനെ ആലോചിക്കുമ്പോൾ സഫയ്ക്ക് വേണ്ടി എപ്പോഴും പാടി കൊടുക്കാറുള്ള ഒരു പാട്ടുണ്ടാവില്ലേ, അത് പാടാം. സഫ പാടിക്കൊടുക്കാറൊന്നുമില്ല, പെട്ടെന്ന് ചോദിച്ചാ ഓടി വരുന്ന ഒരു പാട്ട് വേണമെങ്കിലും പാടാം. കല്ലായിലൊരു പെണ്ണുണ്ട്, ആ പെണ്ണൊരു പവിഴക്കല്ലാണ്, മനസ്സിൻ നിറയും പൂവാണ്, ആ പൂവിന്നിതളിന്നുയര, കരിമിഴി കൊണ്ടൊരു നോട്ടത്തിൽ അവളിന്നും പത്തരമാറ്റാണ്. കല്ലായിലൊരു പെണ്ണുണ്ട്, ആ പെണ്ണൊരു പവിഴക്കല്ലാണ്, മനസ്സിൽ നിറയും പൂവാണ്, ആ പൂവിന്നിതളിന്നുയര. അത്രേ ഉള്ളൂ. താങ്ക് യു. അടിപൊളി പഠിക്കാത്തോണ്ട് ഇതിനെക്കാട്ടി നല്ല പാട്ടിയാണ്. താങ്ക് യു മെഹനു. കാരണം നമുക്ക് നല്ലൊരു കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റി. ഇപ്പം മെഹനു പോകുന്ന ഒരു അവസ്ഥയും ഇപ്പം മെഹനു ചെയ്യുന്ന കുറേ കാര്യങ്ങളും എല്ലാം നമുക്ക് ഷെയർ ചെയ്തതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഇതേപോലെ നല്ല സ്ട്രോങ് ആയിട്ട് പഴയ പോലെ വ്ളോഗിങ്ങും പഴയ പോലെ ആൽബംസും ഇഷ്ടപ്പെട്ട ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റട്ടെ എന്നത് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. കാരണം നമ്മൾ ഏറ്റവും വലിയൊരു ആഗ്രഹം തന്നെയാണ് ഇഷ്ടപ്പെട്ട ഫീൽഡിൽ സമാധാനത്തോടെ വർക്ക് ചെയ്യുക, ജീവിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു കാര്യമില്ല. പല കാരണങ്ങൾ കൊണ്ടും അത് നഷ്ടപ്പെട്ടു പോയെങ്കിലും വീണ്ടും അത് തിരിച്ചു പിടിക്കാൻ പറ്റട്ടെ, നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു ഫാമിലി ലൈഫ് വിഷ് ചെയ്തുകൊണ്ട് താങ്ക് യു മെഹനു. താങ്ക് യു.